അടിയന്ത് പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാതിപിരാവൃതാം മയൂഗൈ അഹമിത്യേവ വിഭാവയേ ഭവാനി. ദേവിയുടെ പ്രഭാവത്തെ വർണ്ണിക്കുന്ന ദേവി മഹാത്മ്യത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് നോക്കി. ഈ രീതിയിൽ ദേവി മഹാത്മ്യം അഭ്യസിച്ച് പാരായണം ചെയ്യാനുള്ള 2 വഴികളാണ്. ഒന്ന് നവാംഗപാഠം, ഒന്ന് ത്രയാംഗപാഠം. ഈ ത്രയാംഗപാഠം എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് പാരായണം ചെയ്യാനുള്ള ഒരു സൗകര്യമായ ഒരു പദ്ധതിയാണ് ത്രയാംഗപാഠം. കാരണം നമ്മളെല്ലാം ദൈനംദിന ജീവിതത്തിൽ പല രീതിയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എൻഗേജ്ഡ് ആണ്. നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ത്രയാംഗപാഠം വളരെ എളുപ്പത്തിലുള്ള ഒരു കാര്യമാണ്. ഈ ത്രയാംഗപാഠം എടുത്ത് കവചം, അർഗളം, കീലകം, ചില പുസ്തകത്തിൽ ധ്യാനം കൂടി പറഞ്ഞു കാണും, അത് ഓപ്ഷണലാണ്. പക്ഷേ 13 സർഗവും പാരായണം ചെയ്യണം. ഇത് ഉടനെ സംശയം വരാം. ഇത് മുഴുവൻ 13 സർഗവും പാരായണം ചെയ്യണമെങ്കിൽ 1.5 മണിക്കൂർ എടുക്കും. സാധാരണ ഒരുമാതിരി മീഡിയം സ്പീഡിൽ പറയുകയാണെങ്കിൽ. അത്രയും പറയാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാം? ആദ്യ ദിവസം കവചം, അർഗളം, കീലകം പാരായണം ചെയ്ത് ഏതെങ്കിലും ഒരു സർഗം മുഴുവനാക്കണം. ഈ 13 അധ്യായമുള്ളത് ഒരു അധ്യായം പകുതിയിൽ നിർത്താൻ പാടില്ല. അത് കഴിഞ്ഞ് പിന്നെ സമയം കിട്ടുമ്പോൾ 2ാമത്തെ അധ്യായം എന്ന് പറഞ്ഞ് ഈ ഒരാഴ്ച കൊണ്ട്, ഈ 9 ദിവസം കൊണ്ട് ഒരാവർത്തിയാക്കാം. അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് ഒരാവർത്തി, അങ്ങനെ 3 ആവർത്തി ഇത് പാരായണം ചെയ്യാം. അത് അവരവരുടെ സൗകര്യം പോലെ. പക്ഷേ വാക്കുകൾ എടുത്ത് ഉച്ചരിക്കണം. ഇതിൽ 7ാമത്തെ അധ്യായത്തിൽ ഒരെണ്ണമുണ്ട്. ഉത്തായച മഹാസിംഹം ദേവി ചണ്ഡമതാവതാന്നുണ്ട്. ഉത്തായച മഹാസിംഹം എന്ന് എല്ലാവരും വായിക്കും. മഹാസിം എന്നുള്ളത് ദേവിയുടെ കയ്യിലുള്ള ഒരു ആയുധമാണ്. ഉത്തായച മഹാസിംഹം, ആ ഹം എന്നുള്ളത് ആയുധം പ്രയോഗം ചെയ്യുമ്പോൾ ദേവി പുറപ്പെടുവിക്കുന്ന ശബ്ദമാണ്, അത് സിംഹമല്ല. ഇത് കോമണായിട്ട് പല സ്ഥലത്തും വരുന്ന മിസ്റ്റേക്കുകളാണ്. ഈ ഞാൻ പറയുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോളണം. ഇത്രയും നാൾ ഞാനങ്ങനെ പറഞ്ഞു പോയല്ലോ എന്ന് വിചാരിക്കരുത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരിക്കലും ദേവി കോപിക്കില്ല. അറിയാതെ നമ്മൾ പറഞ്ഞു പോയതാണ്. പക്ഷേ കാര്യം മനസ്സിലാക്കിയ ശേഷം ഇനി പറയുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. ഉത്തായച മഹാസിംഹം ദേവി ചണ്ഡമതാവത എന്ന് പറയണം. മഹാസിംഹമല്ല. ഇതുപോലെ പല കാര്യങ്ങൾ ഇതിൽ മാത്രമല്ല, ലളിതാ സഹസ്രനാമം എടുത്താലും ശരി, ഇതിലെടുത്താലും ശരി, ഒരുപാട് സ്ഥലത്ത് ഉച്ചാരണത്തിലെ ആ പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ നിസ്തുല നീല ചുകുര നിരപായ നിരത്യയ എന്നാണ് ലളിതാ സഹസ്രനാമം. നിസ്തുല നീല ചുകുര നിരപായ, അപായം ആപത്ത്, നിരപായം ആപത്തിനെ ഇല്ലാതാക്കുന്നവൾ എന്നർത്ഥം. നിരപായ എന്ന് പറയരുത്. കാരണം നാ എഴുതി വള്ളി, രാ പാ ദീർഘം യ, ഇത് തന്നെയാണ് എഴുത്ത്. പക്ഷെ നിരപായ അല്ല, നിരപായ. അപ്പോൾ ഇത് പറയണമെങ്കിൽ എന്ത് മനസ്സിലാകണം? ഞാൻ പറഞ്ഞ മാതിരി അനർത്ഥശ്ച അല്പകണ്ഠശ്ച ഏവം പാഠമാതമാഹ, ആ അർത്ഥത്തോടുകൂടി മനസ്സിലാക്കിയാൽ ഈ ഉച്ചാരണം കറക്റ്റായിരിക്കും. 2 തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. വാഷിംഗ് മെഷീനിൽ തുണി നനച്ച് നമ്മൾ അങ്ങനെ എടുത്തിട്ടാലും ഷർട്ടിട്ട പോലെ ഇരിക്കും. പക്ഷേ അതിനെ നല്ലവണ്ണം പ്രസ് ചെയ്ത് അയൺ ചെയ്തിട്ടാലോ, 2ൻ്റെ വ്യത്യാസമില്ലേ. അപ്പോൾ അയൺ ചെയ്യാതെ ഇടുന്ന ഷർട്ട് അർത്ഥമില്ലാത്ത പാരായണം, അയൺ ചെയ്തിടുന്ന ഷർട്ട് അർത്ഥത്തോടുള്ള പാരായണം, അത്രയേ ഉള്ളൂ. അതുമാത്രം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഏത് ഗ്രന്ഥം എടുത്താലും എല്ലാത്തിൻ്റെ കാര്യം ബ്രഹ്മമാണ് സത്യം എന്നുള്ള ഉണർവാണ്. അതാണ് വരേണ്ടത്. പലർക്കും സംശയം തോന്നും, മറ്റ് മതങ്ങൾക്കെല്ലാം ഒരു ദൈവം, നമുക്ക് മാത്രം എന്ത് ഇത്ര ദൈവം? ഇപ്പം തന്നെ ദേവി മഹാത്മ്യം നമ്മൾ കണ്ടു. വൈഷ്ണവി, വാരാഹി, കൗമാരി, നാരസിംഹി, ഇങ്ങനെ പലവിധമായ രൂപത്തിൽ വന്ന് ദേവി യുദ്ധം ചെയ്തു എന്നുള്ളത്. മറ്റു മതങ്ങൾക്കെല്ലാം ഒരു ദൈവം, നമുക്ക് മാത്രം എത്ര ദൈവം എന്നുള്ള സംശയമുള്ളവർക്ക് വേണ്ടി പറയുകയാണ്, നമുക്കും ഒരു ദൈവമേ ഉള്ളൂ. നമുക്കെന്നല്ല, ഈ ലോകത്തെ ഒരു ദൈവമേ ഉള്ളൂ. സുപ്രീം പവർ, അതാണ് ബ്രഹ്മം. മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ജസ്റ്റ് ലൈക്ക് അസ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ? ചെവി കൊണ്ട് കേൾക്കാൻ പറ്റുമോ അതിൻ്റെ ശബ്ദം? മൂക്കൊണ്ട് മണന്ന് നോക്കാൻ പറ്റുമോ? നാക്കൊണ്ട് നക്കി നോക്കാൻ പറ്റുമോ? കൈ കൊണ്ട് തൊട്ട് നോക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ?
ന സന്തൃശേ തിഷ്ഠതി രൂപമസ്യ ന ചക്ഷുഷാ പശ്യതി കശ്ചനൈനം ഹൃദാ മനീഷാ മനസാ വിക്ലിപ്തോ യേനം വിദുരമൃതാസ്തേ ഭവന്തി. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് എന്ന പഞ്ച ഇന്ദ്രിയങ്ങൾ ശബ്ദസ്പർശ രൂപരസഗന്ധം എന്ന തന്മാത്രയോടി പ്രവർത്തിക്കുന്ന ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ബ്രഹ്മം. പക്ഷേ ഉണ്ടെന്ന് മനസ്സിലാവും. ഇലക്ട്രിസിറ്റി ഉള്ളത് കൊണ്ടാണല്ലോ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നത്. ഇപ്പോൾ ഇതിലെ ഇലക്ട്രിസിറ്റി ഉള്ളത് കൊണ്ടല്ലേ. ഇപ്പം ഇങ്ങനെ ത്രൂ ഡിവൈസസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി പ്രസൻസ് ഓഫ് ഇലക്ട്രിസിറ്റി. അതേപോലെ ആ ബ്രഹ്മത്തെ നമുക്ക് വിഗ്രഹ രൂപത്തിൽ ആരാധിക്കാൻ വേണ്ടി നമുക്ക് ഋഷികൾ തന്നിട്ടുള്ള രൂപങ്ങളാണ് ഗണപതി തുടങ്ങി മഹാവിഷ്ണു വരെ അത്തന ദേവതാ സ്വരൂപവും. അതുകൊണ്ടാണ് ഏത് ഗ്രന്ഥത്തിലെടുത്താലും അതിൻ്റെ പറയുന്നത് ബ്രഹ്മമാണ് സത്യം എന്നുള്ള ഉണർവാണ് അതിൽ പറയുന്നത്. അതുകൊണ്ട് ഇന്ന ദൈവത്തെ ആരാധിച്ചു മറ്റേ ദൈവത്തെ ആരാധിച്ചില്ല, ഗണപതി കോലിൽ പോയി മുരുകൻ കോലിൽ പോയി അല്ലെങ്കിൽ മുരുകൻ ദേഷ്യപ്പെടും, ഇങ്ങനെയുള്ള ചിന്തകളൊന്നും നമുക്ക് വേണ്ട. ഗണപതി മുരുകനൊക്കെ നമ്മളായി ഉണ്ടാക്കിയ രണ്ട് സങ്കല്പമായിട്ട് വന്നിട്ടുള്ള ദേവനാണ്. മുരുകൻ ആരാധിച്ചാലും ഗണപതി ആരാധിച്ചാലും അയ്യപ്പനെ ആരാധിച്ചാലും എല്ലാം ബ്രഹ്മത്തിന് തന്നെ പോകും. ആകാശാത് പഠിതന്തോയം യഥാഗച്ഛത് സാഗരം സർവ്വദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ഏത് ദൈവത്തെ ആളും എന്തിനാണ് വെച്ചിരിക്കുന്നത്? ഇഷ്ടദേവതാ ഉപാസന. അത് ഹിന്ദുമതത്തിൻ്റെ കാതലായ തത്വം. വേറെ മറ്റുള്ളവർക്കൊന്നും അവർ പറയുന്നത് മാത്രമേ കേൾക്കാവൂ. നമുക്കങ്ങനെയില്ല. അതാണ് ഹിന്ദുമതത്തിൻ്റെ പ്രത്യേകത. ഇഷ്ടദേവതാ ഉപാസന. ഏത് ദൈവത വേണമെങ്കിൽ ഉപാസിച്ചോളൂ. അപ്പോൾ അതിന് ഓരോ കാലങ്ങൾ കൊടുത്തതനുസരിച്ചാണ് ദേവി ഉപാസനയ്ക്ക് കൂടുതലായി പറയുന്നത് ഈ നവരാത്രി. അതുപോലെ കർക്കിടക മാസം ദേവി ആരാധന, സാധാരണ പൂജകൾ, ഭഗവത് സേവയൊക്കെ കർക്കിടക മാസം ധാരാളം ചെയ്യും. നവരാത്രി 9 ദിവസവും ദേവിയെക്കുറിച്ച് തന്നെയാണ് പ്രഭാഷണമായാലും കച്ചേരി ആയാലും എല്ലാം നമ്മൾ ചെയ്യുന്നത്. ഈ രീതിയിൽ ആദ്യം നമ്മൾ പറഞ്ഞു 3 ദിവസം ദുർഗയായിട്ടും അടുത്ത 3 ദിവസം ലക്ഷ്മിയായിട്ടും പിന്നെ സരസ്വതിയായിട്ടും നമ്മൾ സങ്കല്പിച്ച് നമ്മൾ പൂജിക്കുന്നു ആ ആരാധനയ്ക്ക് വേണ്ടി. അതിനെല്ലാത്തിനും ഒരു അഷ്ടോത്തരമുണ്ട്. സഹസ്രനാമമുണ്ട്. ദുർഗാ സഹസ്രനാമം, ലക്ഷ്മി സഹസ്രനാമം, സരസ്വതി സഹസ്രനാമമുണ്ട്. സഹസ്രനാമം ചൊല്ലി അർച്ചന ചെയ്യാം. അതില്ലാത്ത ഒരു അഷ്ടോത്തര അർച്ചന ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ലളിതാ സഹസ്രം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ചൊല്ലിയും അർച്ചന ചെയ്യാം. അതും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. എന്താണറിയാമോ ലളിതാ സഹസ്രനാമത്തിൽ ഇത്രയും പ്രാധാന്യം? അത് വെറും 1000 പദങ്ങളല്ല. അതിനകത്ത് ഹിന്ദുമതത്തിൻ്റെ കാതലായ തത്വങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒന്നാണ് ലളിതാ സഹസ്രനാമം. ഇപ്പോൾ അമ്മേ എന്ന് വിളിക്കുന്നു. ഈ ശബ്ദം എവിടെ നിന്ന് വരുന്നു? ശബ്ദം വായിൽ നിന്ന് വരുന്നു. വായിൽ നിന്നല്ല ശബ്ദം വരുന്നത്. ഇത് ഋഗ്വേദത്തിലുള്ളതാണ്. ചത്വാരിവാക് പരിമിത പദാനി താന് വിദുർബ്രാഹ്മണായേ മനീഷിണഃ ത്രീണി പദാനി ഹി ദാനേങ്കയന്തി തുരീയം വാചാ മനുഷ്യാ വദന്തി. ഋഗ്വേദം പഠിക്കാനുള്ള അധികാരം എല്ലാവർക്കും കിട്ടത്തില്ലല്ലോ. സ്ത്രീകൾക്ക് കിട്ടത്തില്ല. ഉപനയനമാകാത്തവർക്ക് ഋഗ്വേദം പഠിക്കാൻ സാധിക്കില്ല, വേദം പഠിക്കാൻ സാധിക്കില്ല. അപ്പം അങ്ങനെയുള്ളവർ ഈ വേദത്തിലെ പൊരുൾ എങ്ങനെ മനസ്സിലാക്കും എന്ന് മനസ്സിലാക്കി ഹയഗ്രീവാഗസ്ത്യ സംവാദമായി പറഞ്ഞിട്ടുള്ളതും ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളതുമാണ് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. പരാ പ്രത്യക്ഷതി രൂപ പശ്യന്തി പരദേവത. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നും. നിങ്ങൾ എന്നും ജപിക്കുന്ന മന്ത്രമാണിത്. ലളിതാ സഹസ്രം ജപിക്കാത്തവരായിട്ട് ആരും കാണില്ല, എസ്പെഷ്യലി ഈ നവരാത്രി സമയത്ത്. ഇത്രയും ഒരുപാട് വസ്തുക്കൾ ഉള്ളത് കൊണ്ടാണ് അതിന് ഇത്രയും പ്രാധാന്യം. അതും കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ നേരത്തെ പറഞ്ഞ മാതിരി കുറച്ചും കൂടി നമുക്കതിനെ അനുഭവിക്കാൻ സാധിക്കും. ഈ ശരീരം, ഇതിനുള്ളിൽ സൂക്ഷ്മ ശരീരം, ഇതിന് 72,000 നെർവുകളുണ്ട്. അതിൽ മുഖ്യമായവ സുഷുമ്ന, ഇട, പിങ്കള. ആ സുഷുമ്ന നാഡിയിൽ 7 ആധാരം, മൂലം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഗതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. ആ മൂലാധാരത്തിന് താഴെ 3.5 ചുറ്റിൽ തല ഉള്ളിൽ വെച്ച സർപ്പാകാര രൂപത്തിലിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് കുണ്ടലിനി. അതാണ് എല്ലാവരുടെയും ജീവസ്വരൂപം. മാശക്തി കുണ്ടലിനി വിസർനന്ദോ തനീയസി നമ്മൾ പറയുന്നില്ലേ, ഇത് തന്നെയാണ്. ഈ പരാന്നുള്ള ശക്തി, അതാണ് പരാശക്തി എന്ന് പേര് വരാൻ കാര്യം. ആ പരാന്നുള്ള ശക്തി വായു സമ്പർക്കം കൊണ്ട് നാഭി വരെ വരുമ്പോൾ അതിന് പശ്യന്തി എന്നാവും. അത് നാഭിയിൽ നിന്നും ഹൃദയം വരെ വരുമ്പോൾ അതിന് മധ്യമ എന്ന പേര്. ആ മധ്യമ എന്നുള്ള ശബ്ദരൂപം ഖണ്ഡം വരെ വന്ന് അക്ഷരരൂപത്തിൽ വെളിയിൽ വരുമ്പോൾ അതിന് വൈഖരി എന്ന് പേര്. അതുകൊണ്ടാണ് പറയുന്നത് തുരീയം വാച മനുഷ്യൻ. 4ാമത്തെ രൂപം മാത്രമേ മനുഷ്യൻ മനസ്സിലാക്കുന്നുള്ളൂ. അല്ലെ, അമ്മേന്ന് വിളിക്കുമ്പോൾ വിളിക്കുന്ന മാത്രമേ കേൾക്കുന്നുള്ളൂ. ഈ അമ്മേന്നുള്ള ശബ്ദം 3 ഭാവമാറ്റങ്ങൾ വഴിയാണ് വെളിയിൽ വരുന്നത്. ഇത് നമുക്ക് പറഞ്ഞു തരുന്ന ഗ്രന്ഥമാണ് ലളിതാ സഹസ്രനാമം. അതാണ് ഞാൻ പറഞ്ഞത്. അർത്ഥത്തോടെ മനസ്സിലാക്കിയാൽ ഇനി പരാപശ്യ പ്രതിരൂപ പശ്യന്തി പരദേവത എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും.
പിന്നെ എല്ലാം ഒന്ന് തന്നെയെന്ന് പറയുന്നല്ലോ, അതെങ്ങനെ? ബ്രഹ്മ വേറെ, വിഷ്ണു വേറെ, ശിവൻ വേറെ ഇല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസവും ജപിക്കുന്നില്ലേ സൃഷ്ടികർത്രേ ബ്രഹ്മരൂപ, ഗോപ്ത്രേ ഗോവിന്ദരൂപിണി, സംഹാരിണി രുദ്രരൂപ, തിരോധാനകരി ഈശ്വരി, സദാശിവാനുഗ്രഹത, പഞ്ചകൃത്യപരായണ. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം, 5 എണ്ണമുണ്ട്. സാധാരണ 3 മണി എല്ലാവർക്കും അറിയത്തുള്ളൂ. സൃഷ്ടി, സ്ഥിതി, സംഹാരം. തിരോധാനം നേരത്തെ പറഞ്ഞ മായ. ആ മായ നീങ്ങി ബ്രഹ്മമാണ് സത്യം എന്നുള്ള ഉണർവ് നമുക്ക് വരുന്നതാണ് തിരോധാനം. തിരോധാനം എന്ന് പറഞ്ഞാൽ കർട്ടൻ. എന്തിനാണ് നമ്മൾ വീട്ടിൽ കർട്ടൻ ഇടുന്നത്? അകത്ത് എന്താണ് ഇരിക്കുന്നത് പുറത്ത് അറിയാതിരിക്കാൻ വേണ്ടി. അല്ല, ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ഈ ലോകമാണ് സത്യം നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കുന്ന മറയാണ് മായ. അത് നീങ്ങുന്നതാണ് തിരോധാനം. അനുഗ്രഹം എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി മഹാപ്രളയകാലത്ത് എല്ലാ ജീവജാലങ്ങളും സമുദ്രത്തിനടിയിൽ പോവുകയും അതിനെല്ലാം തൻ്റെ ഉദരത്തിൽ വെച്ച് സംരക്ഷിക്കുകയും ചെയ്യുന്നവളാണ് ദേവി. അടുത്ത സൃഷ്ടി വരുമ്പോൾ പാപപുണ്യ ഫലമനുസരിച്ച് അവരവർക്ക് ജന്മം കൊടുക്കും. അത് അനുഗ്രഹം എന്നർത്ഥം. ഈ 5ഉം ചെയ്യുന്നത് ദേവി തന്നെയാണ്. സൃഷ്ടി ചെയ്യുമ്പോൾ ബ്രഹ്മാവിൻ്റെ രൂപത്തെ ധരിക്കുന്നു, സ്ഥിതി ചെയ്യുമ്പോൾ വിഷ്ണുവിൻ്റെ രൂപത്തെ ധരിക്കുന്നു, സംഹരിക്കുമ്പോൾ ശിവൻ്റെ രൂപത്തെ ധരിക്കുന്നു. ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കാം, സംഹാരം എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക എന്നുള്ള അർത്ഥമല്ല. സംഹരിക്കുക, കൊടുത്തത് തിരിച്ചെടുക്കുക എന്നർത്ഥം. ഈ ശരീരത്തിൽ ജീവനെ വെച്ച് ഈ ഭൂമിയിൽ അയച്ചത് ഈശ്വരൻ. ആ ഈശ്വരന് മാത്രമേ ഈ ജീവൻ അധികാരമുള്ളൂ. അതാണ് നമ്മൾ ആത്മഹത്യ ചെയ്യാൻ പോലും നമുക്ക് അധികാരമില്ല. ആത്മഹത്യാ ശ്രമം നടത്തി തോറ്റുപോയ കേസെടുക്കുന്ന എന്തുകൊണ്ട്? ഒരു കുട്ടിയെ വയറ്റിൽ ചുമന്ന് പ്രസവിക്കാൻ അമ്മയ്ക്ക് അധികാരമുണ്ട്, കുട്ടിയെ കൊല്ലാനുള്ള അധികാരം അമ്മയ്ക്കില്ല. ഒരു ജീവനെ എടുക്കാനുള്ള അധികാരം മനുഷ്യർക്കില്ല. കാരണം ഇതെല്ലാം ഈശ്വരൻ്റെ സ്വത്താണ്. അതാണ് കൊടുത്തത് തിരിച്ചെടുക്കാൻ താല്പര്യം. തിരോധാനം പറഞ്ഞു, അനുഗ്രഹം വരാൻ പോകുന്നേ ഉള്ളൂ. ഈ 5ഉം ചെയ്യുന്നത് കൊണ്ടാണ് ദേവിക്ക് പഞ്ചകൃത്യ പരായണായ നമഃ എന്ന് പറയാൻ കാര്യം. അതുതന്നെയാണ് ദേവി മഹാത്മ്യത്തിൽ സുമ്മന് ചോദിക്കുന്നു, ഒറ്റയായിട്ട് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇത്രയും പേര് വരുന്നല്ലോ എന്ന് പറഞ്ഞ്, ഇതെല്ലാം എൻ്റെ വിഭൂതികളാണ്, ഞാൻ തന്നെ പല രൂപത്തിൽ വരുന്നേ ഉള്ളൂ, കാരണം ബ്രഹ്മം ഒന്നേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സുമ്മൻ്റെ ചോദ്യത്തിന് ദേവി മറുപടി പറയുന്നതായിട്ട് അതിൽ പറയുന്നു എന്നർത്ഥം. അതുകൊണ്ട് ഏത് ദൈവത്തെ ആരാധിച്ചാലും അവിടെ പോവുകയുള്ളൂ, ബ്രഹ്മത്തിലേ പോവുകയുള്ളൂ. ആ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അതിന് നിറമില്ല, മണമില്ല, രൂപമില്ല, അതുകൊണ്ട് നാമവുമില്ല. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ, അതും ലളിതാ സഹസ്രനാമം. ഏത് ചോദ്യം ചോദിച്ചാലും 90% ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലളിതാ സഹസ്രനാമത്തെ നമുക്ക് പറയാം. അത്ര കണ്ട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ലളിതാ സഹസ്രനാമം. അതുകൊണ്ട് ഈ നവരാത്രി കാലങ്ങൾ ദിവസവും സാധാരണമേ ആളുകൾ ലളിതാ സഹസ്രനാമം പറയും. ഈ നവരാത്രി കാലത്ത് ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ലളിതാ സഹസ്രനാമം പറഞ്ഞിരിക്കണം. അത്ര കണ്ട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ലളിതാ സഹസ്രനാമം. കാരണം എന്താ? നാമരൂപ വിവർജിതായ നമഃ, അതിലൊരു പദമുണ്ട്. നാമവുമില്ലാത്ത ദേവി നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. നാമരൂപമില്ലാത്ത ദേവി എന്ന് പറഞ്ഞാൽ ഈ 1000 നാമം പിന്നെ ആർക്കാം? ആ ചോദ്യം വരില്ലേ? അതാണ് എന്ന് പറഞ്ഞാൽ കാഞ്ചികാമാക്ഷി, മധുര മീനാക്ഷി, കാശി വിശാലാക്ഷി, ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി വൈഷ്ണവി, വാരാഹി, കൗമാരി പല രൂപത്തിൽ വരുന്നു. ഇങ്ങനെയൊക്കെ നാമത്തോടിരിക്കുന്നതും ആ ബ്രഹ്മം തന്നെ. ഈ രൂപവും നാമവും ഇല്ലാതെ ഇരിക്കുന്നതും ആ ബ്രഹ്മം തന്നെ എന്നർത്ഥം. അതുകൊണ്ടാണ് നാമരൂപ വിവർജിതായ നമഃ എന്നുള്ള അർത്ഥം അവിടെ വരുന്നത്. അപ്പോൾ ഏത് കാര്യമെടുത്താലും ആ താത്പര്യം മനസ്സിലാക്കി നമ്മൾ ഉച്ചരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് നല്ല രീതിയിൽ കിട്ടും. താത്പര്യം ഇതുപോലെ തന്നെ ഒരു നല്ലൊരു പദമുണ്ട് ലളിതാ സഹസ്രനാമത്തിൽ, ഭക്തചിത്തഗേഗി ഘനാഘനായ നമഃ. കേഗി എന്ന് പറഞ്ഞാൽ മയിൽ. മയിലിൽ ആൺമയിൽ ഭംഗിയായിട്ട് നൃത്തം ചെയ്യും, പെൺമയിൽ നൃത്തം ചെയ്യില്ല. പക്ഷേ ആൺമയിൽ നൃത്തം ചെയ്യണമെങ്കിൽ ഒരുപാട് നിബന്ധനകളുണ്ട്. എന്താണ്? കാർമേഘം ഇരുണ്ട് കൂടണം, മഴ പെയ്യണം, ഇടിവെട്ടണം, മിന്നൽ പിണർ ഉണ്ടാവണം. എല്ലാത്തിനും പുറമേ പെൺമയിലിൻ്റെ സാന്നിധ്യം വേണം. അപ്പോൾ പെൺമയിലിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ആൺമയിൽ നൃത്തം ചെയ്യുകയുള്ളൂ. ഇത് ലോകശാസ്ത്രം എന്ന് പറയും. ഈ കാര്യത്തെയാണ് അവിടെ കൊണ്ടുവരുന്നത്. അതും ലളിതാ സഹസ്രനാമം തമ്മിൽ എന്ത് ബന്ധം ചോദിച്ചാൽ, ഭക്തചിത്തകേകി ഘനാഘനായ നമഃ. ഭക്തന്മാരുടെ ചിത്തമാകുന്ന കേകി മയിലിന്, ഭക്തൻ്റെ മനസ്സെ ഒരു മയിലായി സങ്കല്പിച്ചാൽ കാർമേഘമായി വർത്തിക്കുന്നവൾ ആദിപരാശക്തി എന്ന് പറഞ്ഞാൽ സന്തോഷത്തെ കൊടുക്കുന്നവൾ
ആദിപരാശക്തി എന്നർത്ഥം. ഈ രീതിയിലാണ് നമ്മൾ ഓരോ ശ്ലോകവും ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ ഇനി ചൊല്ലുന്ന സമയത്ത് ഭക്തചിത്തഗേഗി ഘനാഘനായ നമഃ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ധ്യാന ശ്ലോകത്തിലും അതുപോലെ തന്നെ സിന്ദൂരാരുണ വിഗ്രഹാം തൃണയനാം മാണിക്യമൂല്യസ്ഫുരത് താരാനായക ശേഖരാം സ്മിതമുഖീം ആപീനവക്ഷോരുഹാം എന്ന് പറയണം. లేదా സ്മിതമുഖീം ആപീനവക്ഷോരുഹാം ചേർത്ത് പറയാം. സ്മിതമുഖി മാപീനവക്ഷോരുഹാം എന്ന് പറയാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ അർത്ഥം മനസ്സിലാക്കിയാലേ നമുക്ക് കിട്ടത്തുള്ളൂ. താല്പര്യം. ആ രീതിയിൽ ദേവിയുടെ ആരാധനയെ വർണ്ണിക്കുന്ന ഈ നവരാത്രി കാലത്ത് ധാരാളം പൂജകൾ എല്ലാം ചെയ്യും. മുഖ്യമായിട്ടും ഈ പെൺകുട്ടികൾ, അതായത് പവർട്ടി അറ്റൈൻ ചെയ്യാത്ത 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ആരാധിക്കുന്നതാണ് വിശേഷമായി ഈ നവരാത്രിക്ക് വരുന്നത്. നവകുമാരി പൂജ ചെയ്യും 9 പെൺകുട്ടികളെ. ശരിക്കും ആ പൂജ നിയമമനുസരിച്ച് ചെയ്യണമെങ്കിൽ 2 വയസ്സ് മുതൽ 10 വയസ്സുള്ള കുട്ടികൾ വേണം. 2 വയസ്സ് കുട്ടി, 3 വയസ്സ് കുട്ടി, 4 വയസ്സ് കുട്ടി, 5 വയസ്സ് കുട്ടി, 6, 7, 8, 9, 10 എങ്കിലേ 9 കുട്ടികൾ വരുള്ളൂ. ഇതാണ് ആ പ്രായം ദേവിയുടെ ആരാധന. ആ കുട്ടികളെ ഇരുത്തി അവർക്ക് ഉള്ള വസ്ത്രം, പിന്നെ കൊച്ചുകുട്ടികളല്ലേ, അവർക്ക് തലയിൽ വെക്കുന്ന സ്ലൈഡ്, വള, പൊട്ട്, എന്തെല്ലാം ഒരു പെൺകുട്ടിക്ക് നമ്മൾ ഉപയോഗപ്രദമായി കൊടുക്കുമോ ഇതെല്ലാം നൽകും. ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ദേവി അത്യധികം സന്തോഷിക്കും എന്നുള്ളതാണ് നമ്മുടെ മുന്നവർകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതേപോലെ സപ്തമാതൃ പൂജയുമുണ്ട്. 7 പേരെ അയച്ച് സപ്തമാതൃക്കൾ പൂജ. അത് പ്രായമായവരെ. സപ്തമാതൃ പൂജയിലും ചെയ്യുന്ന സമയത്ത് മാതൃത്വമുള്ളവരായിരിക്കണം. ഇതൊക്കെ ഞാൻ നിയമമാണ്, ഇതല്ലാതെ നടക്കുന്ന സ്ഥലത്ത് പലതും കാണും, ചോദ്യം ചെയ്യാൻ പോകരുത്. കുട്ടികളുള്ളവരായിരിക്കണം, അംഗഹീനമില്ലാത്തവരായിരിക്കണം. അങ്ങനെയുള്ളവരെ ദേവിയായിട്ട് നമ്മൾ സങ്കല്പിച്ചിട്ടാണ് പൂജ ചെയ്യുന്നത്. ഇത് അവർക്കിതുപോലെ വസ്ത്രം എല്ലാം കൊടുത്ത് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, ആരാധനയുണ്ട്. ഈ രീതിയിൽ നമ്മൾ എല്ലാ ദിവസവും ഓരോ രീതിയിൽ നമ്മൾ ദേവിയെ ആരാധിക്കുന്നു, ഓരോ സ്തോത്രങ്ങൾ ചെയ്യുന്നു, ഓരോ പൂജകൾ ചെയ്യുന്നു. ആ രീതിയിൽ ഈ സപ്തമാതൃ പൂജയും നവകുമാരി പൂജയും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതുപോലെ ദേവി മഹാത്മ്യത്തിനെ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം. ഈ ചണ്ഡികാ ഹോമം നമുക്കെല്ലാം സുപരിചിതമാണ്. ഈ ചണ്ഡികാ ഹോമം വളരെ പ്രധാനമായിട്ട് നടത്തുന്നു. നമ്മൾ എന്തോ വിചാരിക്കേണ്ട, ഈ 700 ശ്ലോകം, അതാണ് ഇതിന് സപ്തശതി എന്ന് പേര് വരാൻ കാര്യം. 700 ശ്ലോകമാണ് ദേവി മഹാത്മ്യത്തിലുള്ളത്. ദുർഗാ സപ്തശതി എന്ന് പേര് വരാൻ കാരണം തന്നെ 700 ശ്ലോകം. ഈ 700 ശ്ലോകത്തിൽ 2 വരി ശ്ലോകം ആദ്യം സാവർണ്യ സൂര്യതനയോ യേമനുക്കദ്യദേഷ്ട മഹാ നിജാമയ സദുപത്യം വിസ്തരോഗ്യത മമാന്ന് നമ്മൾ പറയും. സ്വാഹാന്ന് ഹോമം ചെയ്യും. ഒരാൾ ഹോമം, ഒരാൾ തർപ്പണം, ഒരാൾ പൂജ. സ്വാഹാന്ന് ഹോമം ചെയ്യും, പൂജ ചെയ്യുന്ന നമഹാന്ന് പൂജ ചെയ്യും, തർപ്പണം ചെയ്യുന്ന തർപ്പയാമി എന്ന് പറയും. അപ്പോൾ ഈ ദേവി മഹാത്മ്യം വായിച്ചു കഴിഞ്ഞാൽ ചണ്ഡികാ ഹോമത്തിൽ കൂടെ പോയി നമുക്ക് ജപിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കും. താല്പര്യം അത്ര കണ്ട് വിശേഷം അർഹിക്കുന്നതാണ് ഈ ദേവി മഹാത്മ്യം. വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇപ്പോൾ സാധാരണ എല്ലാ ദിവസവും നമുക്ക് ചൊല്ലാം, ഇന്നതൊന്നുമില്ല. ദേശകാല പരിച്ഛിന്നായ നമഃ എന്ന് ലളിതാ സഹസ്രനാമത്തിൽ ഒരു പദമുണ്ട്. ഈ ദേശവും കാലത്തിലെല്ലാം അതീതമാണ് ദേവി. ഇന്ന ദേശത്തുള്ളൂ, ഇന്ന കാലത്തെ ഉള്ളെന്നൊന്നും ഇല്ല. അതുകൊണ്ട് സൺഡേ ഹോളിഡേ ഏതെങ്കിലും അമ്പലം അടയ്ക്കുന്നുണ്ടോ? ഞായറാഴ്ച ഇല്ലല്ലോ. ബന്ദ്, ആൾ ഇന്ത്യ ബന്ദ്, എന്നാലും അമ്പലം തുറന്നേ പറ്റൂ. പൂജാരി പാവം, അവന് ദീപമൊന്നും ഇല്ല, ഞായറാഴ്ച ഇല്ല. കാരണം അത് അടയ്ക്കാൻ സാധിക്കില്ല. എപ്പോഴും എന്നും നിലനിൽക്കുന്ന എപ്പോഴും ഉള്ളതാണ് ആ ഈശ്വര സ്വരൂപം. അതിന് അവധി കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ദേശകാലങ്ങൾക്കെല്ലാം അതീതമായത് എന്നാണ് പറയുന്നത്. ദേശകാല പരിച്ഛിന്നമായി വരാൻ കാര്യം തന്നെ അതാണ്. എന്നും പറയാം, പക്ഷെ നമ്മളൊരു പ്രത്യേക ഒരു അവസരം വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അന്നെങ്കിലും അത് ചെയ്യട്ടെ എന്ന് പറഞ്ഞാണ്. അപ്പോൾ സാധാരണ എത്ര തന്നെ തിരക്കുണ്ടെങ്കിലും ഈ നവരാത്രി 9 ദിവസം സാധാരണ മിക്കവാറും എല്ലാ വീടുകളിലും ഈ ബൊമ്മക്കൊലു എന്ന് പറഞ്ഞ് വയ്ക്കും. അത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം ഓരോ പദാർത്ഥങ്ങളുണ്ടായി
അതിനെ നിവേദിച്ച് ആ സ്ത്രീകളെയൊക്കെ വിളിച്ച് അവർക്കെല്ലാം മഞ്ഞൾ കുങ്കുമം എല്ലാം കൊടുത്ത് എന്തെങ്കിലും ഗിഫ്റ്റെല്ലാം കൊടുക്കും, ഈ ചുണ്ടൽ കൊടുക്കും. അവർ വന്ന് സംഗീതം അഭ്യസിക്കും. ഈ പാരായണം ചെയ്യാൻ അറിയുന്നവർ പാരായണം ചെയ്യും. ഓരോ ദിവസം ഓരോ പാരായണം ചെയ്യാം, ലളിതാ സഹസ്രനാമം ചെയ്യാം, എന്തെല്ലാം ദേവിയെക്കുറിച്ചുള്ള സ്തോത്രങ്ങളുണ്ടോ അതെല്ലാം പാരായണം ചെയ്യാം. സംഗീതത്തിന് ഇപ്പം നവരാത്രി മണ്ഡപം തിരുവനന്തപുരത്ത് ഓരോ ദിവസവും ഓരോ രാഗമാണ്. സ്വാതിരുന്നാൾ 9 രാഗത്തിൽ 9 കീർത്തനങ്ങൾ രചിച്ചിട്ടുണ്ട്. നവരാത്രി കീർത്തനം എന്ന് തന്നെയാണ് പേര്. അന്ന് ആ രാഗം ചെയ്ത്, കാരണം എന്താ, എല്ലാത്തിലും ആളുകൾക്ക് അഭിരുചി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പലർക്കും പല രാഗങ്ങൾ ഇഷ്ടപ്പെടും, എല്ലാവർക്കും അഭിരുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഓരോ രീതിയിലും ആരാധിച്ച് വരുന്നത് ഈ ഒരു നവരാത്രി കാലത്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണെന്നല്ലാതെ നവരാത്രി കാലത്ത് മാത്രമേ ഇത് പാരായണം ചെയ്യാവൂ എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പോഴെങ്കിലും അത് ചെയ്യട്ടെ എന്നുള്ള കാര്യം അല്ലേ. മനുഷ്യർ സന്തോഷമായിരിക്കണം, എന്നും സന്തോഷമായിരിക്കണം എന്ന് വിചാരിച്ച് നമുക്ക് എന്നങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ആ തിരുവോണത്തിനന്ന് സന്തോഷമായിരിക്കട്ടെ. കാണം വിറ്റ് ഓണം ഉണ്ണണം എന്ന് പറയുന്നില്ലേ? എന്ത് പ്രയാസമുണ്ടെങ്കിലും എത്ര ഡിസ്റ്റൻസിലുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും അവർ നാട്ടിലെത്തുന്ന ശ്രമിക്കും അവർ ഓണത്തിന്. കാരണം എന്താ, ആ ഓണ ദിവസം എല്ലാവരും കൂടെ ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് ആഘോഷങ്ങളാക്കി സന്തോഷമായിട്ടിരിക്കണം. മനുഷ്യന് ഏറ്റവും ആരോഗ്യം എന്ന് പറയുന്നത് സന്തോഷമാണ്. അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ മനസ്സിൽ തൃപ്തി വരണം. അതും കമുകർ തന്നെ പറഞ്ഞിട്ടുണ്ട്, കിട്ടിയതിൽ തൃപ്തിയാകാതെ കിട്ടാത്തതിനായി കൈനീട്ടാതെ. എനിക്കുള്ളത് മതി, ഈശ്വരൻ തന്നിട്ടുണ്ട്, ഇതാണ് ഏറ്റവും എന്നുള്ള ചിന്ത മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സ് സന്തോഷമായിരിക്കും താല്പര്യം. ഈ ചിന്ത മനസ്സിൽ വരുത്താനും ഈ സന്തോഷം നമുക്ക് അനുഭവിക്കാനുമുള്ള സന്ദർഭമാണ് ഈ ആഘോഷങ്ങളും ഉത്സവങ്ങളും എല്ലാം. അങ്ങനെയാണ് ഈ നവരാത്രി 9 ദിവസവും നമ്മൾ ദേവിയെ ആരാധിക്കുന്നതായിട്ട് പറയുന്നത്. ആ രീതിയിൽ സപ്തമാതൃ പൂജ, നവകുമാരി പൂജ ഇതൊക്കെ പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട്. ചണ്ഡികാഹോമം കഴിഞ്ഞാൽ ചണ്ഡികാഹോമത്തിൻ്റെ അവിടെയും നവകുമാരി പൂജ ചെയ്യും, സപ്തമാതൃ പൂജകളും ചെയ്യും. ഇതെല്ലാം ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവി ആരാധന, ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ദേവിക്ക് പ്രീതി എങ്ങനെ കിട്ടും? നമ്മുടെ സന്തോഷമാണ് കാര്യം. അത് ഒരു ദേവിയും വന്ന് എനിക്ക് അത് വേണം ഇത് വേണമെന്ന് ചോദിക്കില്ല. ഹേയോപാതയ വർജിതായ നമഃ ലളിതാ സഹസ്രനാമത്തിലുണ്ട്. ഞാൻ പറഞ്ഞ എന്ത് ചോദ്യം ചോദിച്ചാലും മറുപടി അതിൽ നിന്ന് എടുക്കാം. അത്ര കണ്ട് വിശിഷ്ടമായ ഗ്രന്ഥമാണ് ലളിതാ സഹസ്രനാമം. ഒന്നും സ്വീകരിക്കുകയുമില്ല, ഒന്നും വേണ്ടെന്ന് പറയുകയുമില്ല. 10,000 രൂപയുടെ പട്ടുവസ്ത്രം കൊണ്ട് വിരിച്ചാലും ആറ്റുകാലമ്മ സ്വീകരിച്ചോളും. 150 രൂപയുടെ സാധാരണ സാരി കൊടുത്താലും അതും ആറ്റുകാലമ്മ സ്വീകരിച്ചോളും. അമ്പലത്തിലുള്ളവർ ഇത് ഉടുപ്പിക്കില്ല എന്ന് പറയില്ല. ഒരു കണ്ടീഷൻ, അവർ പറഞ്ഞ ദിവസം ആ സമയത്ത് നമ്മൾ പൊക്കോളണം, നമുക്ക് കാണണമെങ്കിൽ. അല്ലെങ്കിലും അത് ഭംഗിയായിട്ട് അവർ ആ ദേവിക്ക് ചാർത്തിയിരിക്കും എന്ന് കരുതി. കാരണം ദേവിയുടെ മുമ്പിൽ പണമുള്ളവനോ പണമില്ലാത്തവനെന്നോ എന്ന വ്യത്യാസമില്ല. എന്തുകൊണ്ട്? ഒരമ്മയ്ക്ക് എങ്ങനെയാണോ കുട്ടികളെല്ലാം ഒരുപോലെ അതുപോലെ അമ്മയാണല്ലോ അല്ലേ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്തിയെ 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 നമോ നമഃ എന്നാണ് ദേവി മഹാത്മ്യത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ വരുന്നത്. എല്ലാ ദേവറുകളും ദേവിയെ സ്തുതിക്കുമ്പോൾ പറയുന്നത് യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത. എല്ലാവരുടെ ജീവിതത്തിലാണെങ്കിലും അമ്മയെപ്പോലെ രക്ഷിക്കുന്നവൾ ദേവി, ആ മാതൃത്വമുള്ളവൾ ദേവി. എല്ലാവർക്കുമുണ്ട്, സ്നേഹമുണ്ട്. എല്ലാ സ്ത്രീകൾക്കും മാതൃത്വം ഉണ്ടാവും, എല്ലാവർക്കും കുട്ടികളുടെ സ്നേഹമുണ്ടാവും. നമ്മളെല്ലാം ആരുടെ കുട്ടികളാണ്? മാതാജ പാർവതി ദേവി പിതാദേവവും മഹേശ്വര. അതുകൊണ്ട് ആരും അനാഥൻ എന്ന വാക്ക് പറയരുത്. ഈ ലോകത്ത് ആരും അനാഥനല്ല. എല്ലാവർക്കും അച്ഛനും അമ്മയും ഉണ്ട്. അത് പെർമനൻ്റ് അച്ഛനും അമ്മയുമാണ്. ഈ ജന്മത്തിലുള്ള അച്ഛനമ്മ ഈ ജന്മത്തിലല്ലേ. കഴിഞ്ഞ ജന്മം ആരുടെ മക്കളായിരുന്നു? ഇനി അടുത്ത ജന്മത്തിൽ ആരുടെ അച്ഛനമ്മമാർ ആരാണ് വരാൻ പോണത് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ എന്നും നമുക്കുള്ള അച്ഛനും അമ്മയും ദേവിയും ഇവ തന്നെയാണ് താല്പര്യം. അതുകൊണ്ട് ആ അച്ഛനമ്മമാരെ പോലെ ഇരിക്കുന്നുണ്ട് അനാഥൻ എന്നുള്ള വാക്കിനെ അവിടെ അർത്ഥമില്ല താല്പര്യം. അങ്ങനെയുള്ള ദേവി നമ്മോട് വന്ന് അത് വേണം ഇത് വേണമെന്ന് ചോദിക്കുമോ? ഒരാളോട് വേണമെന്ന് ചോദിച്ചാൽ എന്താണ്? കൊടുക്കുന്നവൻ വലിയവനും ചോദിക്കുന്നവൻ ചെറുതുമായി പോവും അല്ലേ. ഗിവർ ഈസ് ഇൻ ദി ഹയർ പോസ്റ്റ്. അപ്പോൾ ദേവിയേക്കാളും നമ്മൾ വലുതല്ലല്ലോ. അതുകൊണ്ട് ഇന്നത് വേണം ഇന്നത് ചെയ്യണം എന്നല്ല പറയുന്നതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട. നമുക്ക് എന്ത് ചെയ്യുമോ അത് കൊടുത്താൽ മതി. പക്ഷേ എന്ത് ചെയ്യുന്നു എന്നല്ല, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ കാര്യം. ഇത് ബില്വത്തിൻ്റെ മഹാത്മ്യത്തിൽ വളരെ ഭംഗിയായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അതായത് ഏകം ച ബിൽവം സലിലം ച കിഞ്ചിത് സമർപ്പിതം ശങ്കരമൂർധ്നി ഭക്ത്യാ അമന്ത്രകം യേന സമന്ത്രകം വാം
സമംശകോട്യാ ശിവലോകമേതി. എത്ര ഭംഗി! പരമേശ്വരനെ ആരാധിക്കാനുള്ള എളുപ്പ വഴി പറയുകയാണ്. ഒരേ ഒരു വിൽവം റോഡിലെല്ലാം നിൽക്കുന്നത്, അത് പറിച്ച് ശിവൻ്റെ മൂർധാവിൽ വയ്ക്കുക. ഒരു ഉദ്ധരണി ജലം കുടമായി അഭിഷേകം ചെയ്യണമെന്ന് പറയുന്നില്ല. കാരണം കുടിവെള്ളത്തിന് 20 രൂപ എടുത്ത് വാങ്ങേണ്ട സ്ഥിതി വരുന്നതൊക്കെ നമ്മുടെ ഋഷികൾക്ക് അറിയാം. ഒരു ഉദ്ധരണി ജലം സമർപ്പിതം ശങ്കരമൂർധിനി ഭക്ത്യാ, അതാണ് പ്രാധാന്യം. ഭക്തി എന്ന് പറഞ്ഞാൽ ശ്രദ്ധ. അങ്ങനെ ചെയ്താൽ എനിക്ക് പൂജ അറിഞ്ഞൂടല്ലോ, മന്ത്രം അറിഞ്ഞൂടല്ലോ എന്ന് പറഞ്ഞാൽ, മന്ത്രം അറിഞ്ഞ് ചൊല്ലിയാൽ നല്ലത്, മന്ത്രം അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ഭക്തിയോടുകൂടി സമർപ്പിച്ചാൽ മതി. അമന്ത്രകം ഏന സമന്ത്രകം വാം സമംശകോട്യാ ശിവലോകമേതി. ഭക്തിയാണ് ഇവിടെ കാര്യം. മന്ത്രം ജപിച്ചതുകൊണ്ട് കാര്യമില്ല. മന്ത്രം ജപിച്ചിട്ട് വലുത് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നാൽ അത് എന്ത് പ്രയോജനം? എന്തിനു പറഞ്ഞാൽ ഒരു ഉദ്ധരണി ജലം, ഒരു ബിൽവം സമർപ്പിച്ചാൽ മതി, അവൻ്റെ വംശം മുഴുവൻ ശിവലോകം ഏതി എന്ന് പറഞ്ഞാൽ, ശിവലോകം എന്ന് പറഞ്ഞാൽ മരിച്ചു പോകുന്ന അർത്ഥത്തിൽ എടുക്കരുത് കേട്ടോ. താരണം അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ. ശിവലോകപ്രാപ്തി അടഞ്ഞെന്ന് പണ്ട് കാലത്ത് എഴുതുമായിരുന്നു. ശിവം എന്ന് പറഞ്ഞാൽ മംഗളം എന്നർത്ഥം. നേരത്തെ പറഞ്ഞ് സംഹരിക്കുന്നത് കൊല്ലണതല്ല ശിവൻ്റെ ജോലി, കൊടുക്കുന്നത് തിരിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് സംഹാരമൂർത്തിയാണ് ശിവൻ. ആ രീതിയിൽ സമംശകോട്യ ശിവലോകഭേദി എന്ന് പറഞ്ഞാൽ ഇത് ശിവലോകത്ത് എത്തും താത്പര്യം. ആ രീതിയിൽ ദേവിയുടെ പ്രഭാവത്തെ വർണ്ണിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇതായിട്ടുള്ള ഈശ്വര വിചാരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പലതും നമ്മളതിൽ ഉൾക്കൊള്ളിച്ചു. ഇനി ഉള്ളത് സരസ്വതി പൂജയാണ്. എന്താണ് സരസ്വതി പൂജ, എന്താണ് നമ്മളിതെല്ലാം ആയുധങ്ങളെല്ലാം വയ്ക്കുന്നത്, പുസ്തകങ്ങളെല്ലാം വയ്ക്കുന്നത് എന്നുള്ള രീതിയിലും, പിന്നെ പ്രധാനമായിട്ടും നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങൾ, ഈ ഈശ്വരാരാധനയിലുള്ള കാര്യങ്ങളും നമുക്ക് നാളത്തെ എപ്പിസോഡായ സരസ്വതി പൂജ എന്ന് നോക്കാം. എല്ലാവർക്കും ദുർഗാലക്ഷ്മി സരസ്വതിയുടെ അനുഗ്രഹം കിട്ടി. എല്ലാവരും ആയിരം ഐശ്വര്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സർവേ ജനാഹം സുഖിനോ ഭവന്തു.